കാട്ടാക്കടയിൽ പ്ലാവൂരിൽ അജ്ഞാത ജീവി എന്ന സംശയത്തിൽ നാട്ടുകാർ. ഇന്നലെ രാത്രിയോടെയാണ് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള സുരേഷ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിനും പരിസരത്തും ബഹളമുണ്ടായത്. സമീപവാസികളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭയന്ന് ആരും പുറത്തിറങ്ങിയിരുന്നില്ല. എന്നാൽ രാവിലെയോടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വീടിന്റെ പരിസരത്താകെ നിരവധി കാൽപ്പാടുകൾ കണ്ടെത്തി. ഇത് ഏതോ അജ്ഞാത ജീവിയുടേതാണെന്ന സംശയത്തിലാണിവർ. സമീപത്തെ പുരയിടത്തിലെ ഏക്കർ കണക്കിനുള്ള കാടും ഇവരുടെ സംശയത്തിന് ആക്കം കൂട്ടുന്നു. എന്നാൽ പട്ടിയുടേതിന് ഉടമസ്ഥതയിലുള്ള വീടാണ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റും ഭയങ്കരമായ കാട് കിടപ്പുണ്ട്. വനത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ എൻ്റെ തൊട്ടടുത്തുള്ള വസ്തുക്കൾ കിടക്കുന്നത്. അതിനെതിരെ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അദാലത്തിന് വിളിക്കുകയും ചെയ്തിട്ടും ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർ ഇതുവരെയും അദാലത്തിന് വരികയോ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിൽ ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടി ഭയങ്കരമായ സൗണ്ട് കേട്ടു. ഗേറ്റിലിട്ട് അടിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടു. വെളിയിൽ എന്തോ ഓടുന്നതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടു. അവർ വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ജീവിയുടെ കാൽപാദം തറയിൽ വളരെ വ്യാപകമായിട്ട് പതിഞ്ഞു കിടക്കുന്നതായിട്ട്. സാധാരണ ഗേറ്റ് പൂട്ടിയിരുന്നു. ഗേറ്റിൽ അടയാളമുണ്ട്. ഗേറ്റിന് കടന്നു വന്നു എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ സ്ഥിതി. 2 ബാക്കിലും ഫ്രണ്ടിലും ഗേറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഗേറ്റ് കടന്നു വന്നതാണ്. വളരെ പൊക്കമുള്ള ഗേറ്റാണ് ബാക്കിലും ഫ്രണ്ടിലും ഉള്ളത്. പക്ഷെ ആ ഗേറ്റ് കടന്നു വന്ന് കാൽപാദം ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വലിയ കാൽപാദമാണ്. അതേസമയം രാത്രി തെരുവ് നായ്ക്കൾ വളർത്തുനായയെ മറ്റോ തുരത്തി ഇതുവഴി വരികയും ഗേറ്റ് ചാടിക്കടന്ന് അകത്തെത്തിയതാകാം എന്ന നിഗമനവും ഉണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിന് വനംവകുപ്പിന്റെ പരിശോധന കൂടി നടക്കേണ്ടതുണ്ട്. മുൻപ് അജ്ഞാത ജീവികളെ കണ്ട പ്രദേശങ്ങളിൽ വീടുകളിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെ കടിച്ചു കൊന്നാണ് അജ്ഞാത ജീവികൾ മടങ്ങിയിരുന്നത്. എന്നാൽ ഇവിടെ അത്തരത്തിൽ ഇല്ലാത്തതിനാൽ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ്. സമീപത്ത് ചെറുകാടുള്ളതിനാൽ കാട്ടുപൂച്ചയാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും കൂടുതൽ സ്ഥിരീകരണത്തിന് വനംവകുപ്പിന്റെ പരിശോധന നടക്കേണ്ടതുണ്ട്.